ഹലോ ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു VR ആണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും സമയം വയ്ക്കുക, നേരിട്ട് നമുക്ക് വീഡിയോ എടുത്ത് പോകാം. അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐസി വേൾഡ് മലയാളം. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് ഇതാ ഏതെല്ലാം ഗെയിംസ് ഇതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂസ് ആൻഡ് മാനുവൽ കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം. പിന്നെ ഇതാണ് ഗൈസ് അടുത്ത സാധനം, അത് ഇതിൻ്റെ ഒരു കൺട്രോളറാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഇതുപോലെ രണ്ട് ചെറിയ ബാറ്ററികൾ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അടുത്ത ഐറ്റമാണ്. അതെ ഗൈസ്, നമ്മുടെ VR ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ VR എന്തായാലും. അപ്പം ഇതാണ് സാധനം. കവറൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം. ഞാനിത് ഓൾറെഡി എന്താ പറയുക, ബോക്സ് ഓപ്പൺ ചെയ്ത് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതൊന്നും കൂടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു മൗസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സാധനം വരുന്നുണ്ട്. ഇത് നമുക്ക് എന്തായാലും ആവശ്യമില്ല, ഇതങ്ങോട്ട് മാറ്റിയേക്കാം. ഇതാണ് നമ്മുടെ VRനകത്ത്. ഇവിടെ നമ്മൾ മൊബൈൽ വെക്കുന്നു. അതേപോലെ തന്നെ ഇതാണ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മൂന്നെണ്ണം കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺട്രോളറിന് പകരം നമുക്ക് ഈ ഒരു ഇൻബിൽറ്റായിട്ടുള്ള ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാനും അതേപോലെ പോസ് ചെയ്യാനും അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾക്ക് വിചാരിച്ച സ്ഥലത്തേക്ക് ആ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ തന്നെയാണ് ഈ VRൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വീഡിയോസ് എങ്ങനെയുണ്ട് വീഡിയോകൾ പ്ലേ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതാ ഈ ഒരു ഫോണിനകത്താണ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയതുകൊണ്ട് കാര്യമല്ല, എന്നാലും കാരണം നമ്മൾ ഈ VRൻ്റെ ഉള്ളിൽ കൂടി കാണുന്നത് എങ്ങനെയെന്നുള്ളത് വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അവരിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് 360 ഡിഗ്രി വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ആപ്പിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് അണ്ടർ വാട്ടർ വരുന്നുണ്ട്, നമുക്കത് നോക്കി നോക്കാം. അപ്പം VR മോഡിൽ ഇടുക, അപ്പോൾ വീഡിയോ പ്ലേ ആവും. നമുക്ക് എന്താണ് ഇനി എങ്ങനെയുണ്ട് ആ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുള്ള് കടലാണ് ഗൈസ്. ബോട്ട് കാണുന്നുണ്ട് ഗൈസ്. ബോട്ടിനകത്ത് അടിക്കുന്നുണ്ട്. നിങ്ങൾ ചാടി ഇരിക്കുകയാണ്. ഈ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീഡിയോ സൂപ്പറാണ്.
ഒരാളെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിതാ പുറത്ത് നിർന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നു. രാത്രി ആയിട്ടുണ്ട്. അധികം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് 10 മതി. അപ്പോൾ ഇനി നമുക്ക് ഗെയിം പ്ലേ എങ്ങനെ ഉണ്ട് നോക്കാം. ഞാനപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഗെയിമാണ് കാണിച്ചത് ഗൈസ്. ഇതാണ് നമ്മുടെ ഗെയിം. അപ്പം ഇതെങ്ങനെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നമ്മുടെ VR വെക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്പേസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ ഡോട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് വെക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ സ്പേസ്ഷിപ്പിൻ്റെ ആയുള്ളൊരു കാഴ്ച. താഴോട്ട് അതുപോലെ തന്നെ മേലെ ഇതാണ്. പിന്നെ നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഷൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ മിഷൻസ് തരിക. ഞാനിവിടെ ഏതാണ്ട് 5 മിഷൻ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തായാലും 1ാമത്തെ മിഷൻ കാണിച്ചു തരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഇതാണ് നമ്മുടെ 1ാമത്തെ ഒരു മിഷൻ. ഇവിടെ നമ്മൾ ഡോട്ട് സ്റ്റാർട്ടിലേക്ക് നോക്കുമ്പോൾ അത് സ്റ്റാർട്ടാവും. നമുക്കിനി എന്തായാലും ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. നമ്മളിതാ ഗെയിമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കമാൻഡുകളൊക്കെ തരുന്നുണ്ടാവും, അതൊന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്കുള്ള മെയിൻ ടാസ്ക് വരുന്നത് ഇനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ താഴോട്ടൊക്കെ നോക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് എന്തായാലും ഗെയിമിലോട്ട് കിടക്കാം. ഇതാണ് ഗൈസ് നമ്മളെ ഗെയിം. ഇവിടെ നമ്മുടെ തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗെയിമിൻ്റെ അകത്ത് മൂവ്മെൻറ്റ് കിട്ടും. അതായത് നമ്മളെ സ്പേസ്ഷിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ കല്ലിലൊക്കെ തട്ടാണ്ട് പോകണം. അതാണ് നമുക്കുള്ള ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഇത് മുകളിലോട്ട് പോകും ഗൈസ്. താഴോട്ടാക്കുമ്പോൾ താഴോട്ട് പോകും, സൈഡിലോട്ടാക്കുമ്പോൾ സൈഡിലോട്ട് പോകും, ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോൺ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ തട്ടാണ്ട് പോവുകയാണ് വേണ്ടത് നമുക്ക് മെയിനായിട്ടുള്ള ഒരു പരിപാടി. ഇനിയാണ് ഇതുപോലുള്ള ഒരുപാട് എനിമീസ് വരും. നമുക്കിനി അതിനെയൊക്കെ വെടിച്ച് വീഴ്ത്തേണ്ടതുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രയാങ്കിൾ അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ലോക്കാവും. അപ്പോൾ അത് പൊട്ടാൻ വേണ്ടി തുടങ്ങും. നമുക്ക് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും നമ്മളെന്നൊക്കെ തൊട്ട്. അപ്പോൾ അഥവാ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ നേർക്ക് അത് വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്പേസ്ഷിപ്പിൻ്റെ എനർജി ബാറിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഏതെങ്കിലും ഒന്ന് വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ്ഷിപ്പിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അതായത് തട്ടിയിട്ടുണ്ട്, ഇത് തട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എനർജി എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എനർജി പറഞ്ഞ 2 കട്ട കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കട്ട കുറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിം. അപ്പം ഇനി നമുക്ക് വീണ്ടും നമ്മുടെ എനർജി ബാറിൽ കട്ട പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനിയിപ്പം ഈ വാൽവ്, അതായത് ഈ ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പാസ്വേഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫസ്റ്റ്
ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ലോക്ക്. മൂന്നാമത്തത് ഞാൻ അല്ലാണ്ട് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇപ്പോൾ ഇത് ഓപ്പൺ ആകും, ഇവിടെ സ്കാനിങ് ഒക്കെ നടക്കും. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇതാവും കണ്ടോ. അപ്പോൾ ഒന്നാമത്തെ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒന്നും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അപ്പം ഇവിടെ രണ്ടും അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കുക. അപ്പോൾ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും സെയിം ആവും. വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സെയിം ആവും. പിന്നെ എന്തായത് മൂന്നാമത്തെയാണ് ഗൈസ്. ഇവിടെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് യൂസ് എഫക്റ്റർ എന്ന് പറയുന്ന ആ ഇത് കാണിച്ചു തരാം. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലേസർ വരും, അത് നമ്മുടെ സ്പേസ് ഷിപ്പിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും, തകർക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലോ എനർജി ഒക്കെ ആണെങ്കിൽ അത് ചെയ്യാണ്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്പേസ് ഷിപ്പ് ആകെ ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മെയിനായിട്ട് ഇതൊന്ന് ചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാർജ് ബാറിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാർജ് ആകുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മുടെ സ്പേസ് ഷിപ്പ് ഒന്ന് ചാർജ് ആവട്ടെ. ഓക്കെ, കംപ്ലീറ്റ് ചാർജ് ആയിട്ടുണ്ട്. നമുക്കിനി ഫയർ ചെയ്യാൻ തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മിസൈലിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിസൈലാവുന്നത്. നമ്മൾ അങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ഫയർ ചെയ്ത് നോക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ഓരോന്നിനും ഫയർ ചെയ്യണം. നമുക്കൊന്ന് ഒരു മിസൈലാക്കി വെക്കാം. അപ്പോൾ ഒരു എനിമി വന്നിട്ടുണ്ട്. നമ്മുടെ മിസൈൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഗൺ തന്നെയാക്കാം. കാരണം മിസൈലിൻ്റെ ബുള്ളറ്റ് കുറവാണ്, അങ്ങനെയുള്ളൂ. നമുക്കത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ എനിമീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനിമീസിനൊക്കെ നമ്മൾ വെച്ച് തീർക്കാണ് വേണ്ടത്. ഇനിയുണ്ട് ഒരുപാട് എനിമീസ്. അപ്പം നമ്മുടെ മിസൈലിലൂടെ ലോഡായി കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 11 എണ്ണമായിട്ടുണ്ട്. നമ്മളെന്തായാലും എല്ലാം ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചു. ഓക്കെ, എനിമീസ് കൂടുമ്പോൾ നമ്മൾ എന്തായാലും മിസൈൽ യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ നമ്മൾ ഈ മിസൈലാണ് യൂസ് ചെയ്യാൻ വേണ്ടി മിസൈൽ വേഗം കഴിയുന്നത്. കാരണം വേഗം നമുക്ക് അതിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാം അറ്റാക്ക് ചെയ്തോളൂ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ മിഷൻ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെ ഈ ഒരു അപ്ഗ്രേഡ് ബട്ടൺ അല്ല താഴത്തെ ഒരു ബട്ടൺ ഉണ്ട്, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നപ്പോൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകും. ഓക്കെ, നമ്മളിതാ അപ്പോൾ തിരിച്ച് നമ്മുടെ സ്പേസ് ഷിപ്പിൽ എത്തിയിട്ടുണ്ട്. സ്പേസ് ഷിപ്പിൽ നമുക്ക് അപ്ഗ്രേഡ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് കണ്ടോ, നമുക്ക് കുറച്ച് എനർജി ബാർ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം. ഓരോ ലെവൽ കഴിയുമ്പോഴേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം ഇതിനിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചിട്ടുണ്ട് ഇത് എന്താ പറയുക, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് എന്ന് പറഞ്ഞാൽ. നമ്മളിതിലൂടെ നോക്കുമ്പോൾ ഈ ഗെയിമിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം സജസ്റ്റ് ചെയ്തത്. താല്പര്യമുള്ളവർക്ക് VR ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കളിച്ചു നോക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഐഡിയ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും VR വാങ്ങുക, ഒന്ന് ഗെയിം കളിച്ച് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും ഈ ഒരു റിമോട്ട് കൊണ്ട് എന്താ യൂസ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു റിമോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു പവർ ബട്ടൺ ഉണ്ട് ഇവിടെ ആയിട്ട്. ഇതാ പ്രസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും, അത് ഓപ്പൺ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡിവൈസിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം ഇതിൻ്റെ അകത്ത് കാണിക്കും നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ നെയിം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുക താഴെ. അപ്പം ഇതൊന്ന് പെയറാക്കിയിടാം നമുക്ക്.
ഇത് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാ കണക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ നമുക്ക് ഇതൊരു മൗസ് ബട്ടൺ പോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റ് ബട്ടണും അതേപോലെ ഈ ഒരു എ ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യണം എന്നാണ് പറയുക. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇതാ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇതിന് വേണ്ടി ഒരു ബട്ടൺ അതിൽ ഇതാണ് കേട്ടോ, നമുക്ക് പ്രസ് ചെയ്യേണ്ട ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്, ഓക്കെ ബട്ടൺ. നമുക്കിപ്പോൾ ഒരു പിന്നെ മുകളിലോട്ട് ഞാൻ നോക്കട്ടെ. നമ്മളിപ്പോൾ വി ആറിൻ്റെ തന്നെ ഒരു ഗെയിം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഗെയിം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ അടിക്കുമ്പോൾ ഓക്കെ ബട്ടൺ ആകുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ അതേപോലെ യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, യൂസർ മാനുവലുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത് വായിച്ച് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. പലതും ഇനിയും വേറെ ഉണ്ട്. അറ്റുമാറും നെക്കിക്കനാൽ വേറെ രീതി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ ഇതിൽ പറഞ്ഞ ഒരുവിധം ഗെയിമൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്നുള്ള വി ആർ സിനിമയാണ്. സിനിമ നിങ്ങൾക്ക് അല്ലാണ്ടും കിട്ടും, എന്തെങ്കിലുമൊക്കെ സിനിമ കിട്ടും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഈ ഒരു വി ആർ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അൺബോക്സിലും കൊടുത്തേക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം, മേടിക്കണമെങ്കിൽ മേടിക്കാം. അപ്പം എന്തായാലും താങ്ക് യു വെരി മച്ച്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ലൈക്കാണ് എനിക്കുള്ള മോട്ടിവേഷൻ, അതുകൂടി ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ ഗൈസ്.